മഞ്ഞണി പൂനിലാവ് എല്ലെന്ന മണം വീശും നിന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിയ വിരുന്നുകാരാ എല്ലെന്ന മണം വീശും നിന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിയ വിരുന്നുകാരാ മധുമാസം പൂക്കൈത മലർ ചൂടി വരുമ്പോൾ അങ്ങയെ കിനാവ് കണ്ട് കുതിച്ചിരിക്കും മഞ്ഞണി പൂനിലാവ് തേരാറ്റിൻ കടലിൽ നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കവിത ഇവിടെ ആലപിക്കാൻ പോകുകയാണ്. കവിതയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതിന്റെ പേരാണ് രണ്ടക്ഷരം. മലയാളത്തിലെ പഴയ ലിപിയെ ആസ്പദമാക്കിയുള്ള ഒരു കവിതയാണ് ഇത്. ONV കുറിപ്പിന്റെ കവിതയല്ല. ആരാണ് ഇതിന്റെ കർത്താവാണ് എനിക്കറിയില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ കേരള ഗവൺമെന്റ് മുന്നോട്ട് നയിക്കുന്ന 3 പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ബിവറേജ് കോർപ്പറേഷൻ. അപ്പൊ മദ്യം എന്ന രണ്ടക്ഷരത്തിന്റെ ഏതാനും ചില പര്യായങ്ങളാണ് ഞാൻ പറയാറുള്ളത്. ശ്രദ്ധിക്കുമല്ലോ. മദ്യമെന്ന നാമം നാം കേൾക്കുന്നു പല പേരുകളിൽ. റമ്മിനോ 2 അക്ഷരം, വിസ്കിക്കും 2 അക്ഷരം, ബ്രാൻഡിക്കോ 2 അക്ഷരം, 2 അക്ഷരം, 2 അക്ഷരം. കൂടാതെ വോഡ്കയ്ക്കും 2 അക്ഷരം, വൈനിനും 2 അക്ഷരം, ജിന്നിനോ 2 അക്ഷരം. അതുകൂടാതെ നമ്മുടെ ഫോറിൻ സ്കോച്ചിനോ 2 അക്ഷരം, 2 അക്ഷരം, 2 അക്ഷരം. നമ്മളത് വാങ്ങിക്കുവാണെങ്കിൽ ഹാഫിനും പൈന്റിനും 2 അക്ഷരം, ഫുള്ളിനും 2 അക്ഷരം. അതുകൂടാതെ കുട്ടികൾക്കായി കുടിക്കാൻ കൊടുക്കുന്ന സ്പ്രൈറ്റിനും 2 അക്ഷരം, കോളയ്ക്കും 2 അക്ഷരം, കോക്കിനും 2 അക്ഷരം, പട്ടയ്ക്കും മുട്ടയ്ക്കും 2 അക്ഷരം, വാറ്റിനും 2 അക്ഷരം, 2 അക്ഷരം. ഇനി തൊഴിക്കുന്ന ഗ്ലാസിനോ 2 അക്ഷരം, അതിലിടുന്ന ഐസിനും 2 അക്ഷരം, വെള്ളത്തിനും 2 അക്ഷരം. അങ്ങനെ
എല്ലാത്തിനും രണ്ടക്ഷരം രണ്ടക്ഷരം രണ്ടക്ഷരം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവസാനം ഫിറ്റായാലും രണ്ടക്ഷരം, പാമ്പായാലും രണ്ടക്ഷരം, അല്ല വാളായാലും രണ്ടക്ഷരം രണ്ടക്ഷരം രണ്ടക്ഷരം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കക്കൊണ്ട് ശവമായാലും രണ്ടക്ഷരം. കുടിഞ്ഞൊരിണകളാണു വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. വയലിൽ വീണ കിളികളാണു ചിറകുടിഞ്ഞൊരിണകളാണു വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. അഴകിന്റെ അല പോലെ മലയമ്മൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ. മലരമ്മൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ. മഴവില്ലിൻ നാട്ടിലെ കന്യകൾ കൂടുന്ന മഴവില്ലിൻ നാട്ടിലെ കന്യകൾ കൂടുന്ന മരതകമാണിക്ക മണിയാണോ. അനുരാഗഗാനം പോലെ അഴകിന്റെ അല പോലെ പൂമണിമാരന്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്ക് വന്നൊരു പൂവാണോ. പൂമണിമാരന്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്ക് വന്നൊരു പൂവാണോ. കനിവോമീശ്വരൻ അഴകിന്റെ പാലാഴി കനിവോമീശ്വരൻ അഴകിന്റെ പാലാഴി കടഞ്ഞു കടഞ്ഞിട്ട അനുരാഗഗാനം പോലെ അഴകിന്റെ അല പോലെ ഒരു കുറി എടുക്കും. വനിതകളുടെ നമ്മുടെ ഓണപ്പുടവേടയാണ് കേട്ടോ. ആദ്യം ആരാണ് ഈ ഭാഗ്യവാൻ എന്നിപ്പോ കാണാം.
അല്ല ഭാഗ്യവതി, ഭാഗ്യമല്ല ഭാഗ്യവതി. എടുത്തു മോനെ, ഒന്ന് കലക്കിട്ടെടുത്തു, അതിനകത്ത് ഇളകി ഇളകി കയ്യിൽ ഇളകി. ഒരെണ്ണം എടുക്കാവളെ. ആ എടുക്ക, ഇങ്ങോട്ട് ഇങ്ങോട്ട്. പ്രിയമ്മ ഒന്ന് എഴുന്നേറ്റ്, പ്രിയമ്മ ഒന്ന് എഴുന്നേറ്റ്. പോയാ വേണ്ടേ? അടുത്ത ഒന്നുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതിയല്ലോ അല്ലേ? ഇവിടെ ഇരിക്കുന്ന പ്രസന്റ് ആയവർക്ക് മതിയല്ലോ. ഓക്കെ ഓക്കെ. അമ്പി അരുന്ധതി ദേവിയല്ലോ, അതും പോയോ? മാറ്റ്. അംബികാദേവിയാണോ? ആ അംബികാദേവി. ആ വാ. ആ ഒരു കൈയടി കൊടുത്തേ. നമ്മളെ ഓണക്കോടി എന്തേ? ഓണക്കോടി രാജേന്ദ്ര, ഞങ്ങളുടെ സെക്രട്ടറി ഇത് സമ്മാനം നടത്തുന്നതാണ്. നമ്മുടെ സെക്രട്ടറി കൈയടിക്ക്. അങ്ങനെ നമ്മുടെ തിരുവോണത്തിന്റെ കോടി ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. ഒരു കൈയ്യടി വിട്. അങ്ങനെ ഓണപ്പുടവ അടുത്ത എല്ലാവർക്കും താങ്ക് യു. ഹാപ്പി ഓണം. അടുത്ത ഓണക്കോടി പുരുഷന്മാരുടെയാണ്. നമ്മുടെ നന്നായിട്ട് ഇളക്കി എടുക്കുക കേട്ടോ. ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളവർക്കാണ് എടുക്കുന്നത് കേട്ടോ. പ്രസന്റ് ആയിട്ടുള്ളവർ ദൈവനാട കുഞ്ഞച്ചൻ അവൻ ഭാഗ്യവാൻ. കുഞ്ഞച്ച 2 വാക്ക്. ഷർട്ടും മുണ്ടും വേണം കേട്ടോ. മാറാം. അന്നേരം നമ്മളതിൻ്റെ ബില്ല് ഉൾപ്പെടെയാണ്. ബില്ലുണ്ട്, സൈസ് അല്ലെങ്കിൽ പോലെ 2 വാക്ക് പറയും ഓണത്തെപ്പറ്റി. ഓണത്തെപ്പറ്റി എനിക്ക് പറയാൻ പറ്റിയ ഒരു വാക്കൊന്നും എനിക്ക് കിട്ടുന്നില്ല. നല്ലൊരു പാട്ടോടെ ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു പാട്ടൊരു മൂഡ് എനിക്ക് വരുന്നില്ല. എനർജി ഇല്ല. അതുകൊണ്ട് സോറി. ഞാൻ താങ്ക് യു എല്ലാവർക്കും. ഹാപ്പി ഓണം. ഞാൻ അടുത്ത്